എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ റമദാൻ പ്രിപ്പറേഷനൊന്നും നേരത്തെ ഒന്നും ചെയ്തു വെച്ചില്ല കേട്ടോ. ഈ കഴിഞ്ഞ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കിയത്. അതുകൊണ്ടാട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഇന്നാണ് നമുക്ക് നൊയമ്പ് സൗദിയിൽ. ഞങ്ങൾ മെനഞ്ഞാന്ന് രാത്രി, അതായത് തിങ്കളാഴ്ച പോയി സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് തേങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ തിരുമ്മി വാങ്ങാൻ കിട്ടും. അതൊക്കെ ഓരോ ബോക്സുകളിലാക്കി വെച്ചു. പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഒരുവിധം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങ് വാങ്ങി വെക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുമ്പം പെട്ടെന്ന് അത്യാവശ്യത്തിനൊന്നും സാധനം വാങ്ങാൻ പോകാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് പറക്കി ഒതുക്കി എടുത്തെല്ലാം വെച്ചു. എന്നിട്ട് ഇന്നലെയാണ് നമ്മൾ ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ഒന്ന് ചെയ്തു വെച്ചത്. ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് റെഡിയാക്കി വെക്കും. അപ്പം നമ്മളൊന്ന് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് പ്രാർത്ഥനയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും. നേരത്തെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ എല്ലാം ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോഴിതാ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഓരോ കുപ്പികളിലൊക്കെ ആക്കി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ നൊയമ്പ് സമയത്തൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തു. അത് നമുക്ക് കുറച്ച് പേസ്റ്റാക്കി വെക്കാനും പിന്നെ കുറച്ച് വെളുത്തുള്ളി പൗഡർ ഉണ്ടാക്കാനാട്ടോ എടുത്തത്. പക്ഷേ വെളുത്തുള്ളി പൗഡർ ഉണ്ടാക്കിയത് റെഡി ആയില്ല, അത് ചീറ്റിപ്പോയി. അതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഒരു സമയം നമുക്ക് നല്ലതായിട്ട് ചെയ്ത് ഇടാം. പിന്നെ കുറച്ച് ഇതുപോലുള്ള ജീരകം, ഉലുവ, പെരിഞ്ജീരകം ഇങ്ങനെയുള്ള സ്പൈസസൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും എടുക്കാൻ ആവശ്യത്തിനുള്ളത്. അത് എടുക്കാൻ പാകത്തിന് ഈ സ്പൈസ് ബോക്സിലൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പേസ്റ്റാക്കിയിട്ട് ഫ്രീസ് ചെയ്യാനുള്ളതാകാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റീൽ പാത്രമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടാക്കിയിട്ട് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാ ആവശ്യത്തിന് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വെച്ച് ഒന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്രീസായി കിട്ടുമ്പം എന്നിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ പാർട്ടാക്കി വെക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ കൂടിയും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാവും. ആ സമയത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിക്കാനും പേസ്റ്റ് ചെയ്യാനും ഒന്നും നിൽക്കേണ്ട. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിത് തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസവും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം, ഫില്ലിങ്സ്. അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പിന്നെ വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള അത് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പൂടൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാട്ടോ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇത് 1/2 കിലോ ബീഫാട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. മസാലയെല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങാ നീരൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോക്സിലോട്ട് മാറ്റാം. ഇത് നമുക്ക് സമൂസയ്ക്കും പിന്നെ വേണമെങ്കിൽ ഇതിൽ പൊട്ടറ്റോയൊക്കെ ചേർത്തിട്ട് നമുക്ക് കട്ട്ലറ്റാക്കി എടുക്കാം. ഇനി അടുത്ത ഒരു മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ഒന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടി ഇട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടും. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ എരിവാട്ടോ ഇതിൽ നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മളിതിൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കും കേട്ടോ. കറി മസാല അല്ല, പെരിഞ്ജീരകം മാത്രം പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ഒരു പകുതി ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വേറൊരു മസാല കൂടെ റെഡിയാക്കാം. അതിനായിട്ട് പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയുടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയിലയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു ഇച്ചിരി നാരങ്ങ നീരൂടെ ചേർക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കട്ടായിപ്പോയതാണേ. ഇപ്പം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റെല്ലാം നന്നായിട്ട് നമുക്ക് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലോ എടുത്ത് നമുക്ക് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് എത്ര പീസ് ആവശ്യമെന്ന് വെച്ചാൽ അതെടുത്തൊന്ന് വെളിയിൽ വെച്ചിട്ട് നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമ്മൾ ഇതുപോലെ ആക്കി വെക്കുന്നത് തലേന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കുറച്ച് പണിയുള്ളതല്ലേ, തൊലിയൊക്കെ കളയാനും എടുക്കാനും ഒക്കെ. പക്ഷേ മസാലയൊക്കെ നമുക്ക് നോയമ്പിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ എന്തായാലും സ്നാക്സൊക്കെ ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അതും കുറച്ചായിട്ട് ഓരോ കണ്ടെയ്നറിൽ എടുത്ത് വെക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. മസാലയുടെ എല്ലാം ചൂടെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കുറച്ചായിട്ട് ഓരോ കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തേക്കുള്ള മസാല ഞാൻ താഴെയാട്ടോ വെച്ചത്. ഇപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ. അപ്പം ഞാനും മോനും കൂടി രാത്രി തറാവീഹിന് പോകുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ നമ്മുടെ നൊയമ്പിൻ്റെ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോഴിനി നമുക്ക് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും റമദാൻ മുബാറക്ക്.